ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗവൺമെൻറ് ഈ വർഷം ഇറക്കിയ 1ാം ക്ലാസ്സിൻ്റെ മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. ഇതേ പാറ്റേണിലായിരിക്കും നാളത്തെ പരീക്ഷ ഉണ്ടാവുക. കൂട്ടുകാർ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ഓണം. കുഞ്ഞുണ്ണി ആൻഡ് കുഞ്ഞാറ്റ പെയിൻറ്റഡ് ദി പ്ലേ ഹൗസ്. ഗീവ് കളർ ടു ദി പ്ലേ ഹൗസ്. എന്താ കൂട്ടുകാരെ അവിടെ പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞുണ്ണിയും കുഞ്ഞാറ്റയും കളിവീട് പെയിൻറ് ചെയ്തു. കളിവീടിന് നിറം കൊടുക്കൂ. കൂട്ടുകാർ ആ കളിവീടിന് ഭംഗിയുള്ള നിറം കൊടുക്കണേ. ആക്ടിവിറ്റി 1. ലെറ്റ്സ് ഡ്രോ ആൻഡ് കൗണ്ട്. വരയ്ക്കാം, എണ്ണാം. കുഞ്ഞാറ്റ ഡ്രോ ദ ഫിഗർ ഓഫ് എ പെൻസിൽ ആൻഡ് ഷേപ്സ് ഓൺ ഇറ്റ്. ഷീ ഗേവ് കളർ ടു ദി ഷേപ്സ്. കുഞ്ഞാറ്റ ഒരു പെൻസിലിൻ്റെ ചിത്രം വരച്ച് അതിനുള്ളിൽ രൂപങ്ങൾ വരച്ചു. രൂപങ്ങൾക്ക് കളർ കൊടുത്തു. ഡ്രോ ദ ഷേപ്സ് ഓൺ ദ പെൻസിൽ ആൻഡ് കളർ ഇറ്റ്. പെൻസിലിൽ രൂപങ്ങൾ വരച്ച് നിറം കൊടുക്കൂ. ആ പെൻസിലിനുള്ളിൽ ഏതെല്ലാം ഷേപ്പുകളാണ് കൂട്ടുകാരെ കൊടുത്തിരിക്കുന്നത്? റെക്റ്റാങ്കിൾ ഉണ്ട്, സർക്കിളുമുണ്ട്. അവിടെ 5 രൂപങ്ങൾ വരച്ചിട്ടുണ്ട്. ബാക്കി രൂപങ്ങൾ നമുക്ക് വരച്ചു കൊടുത്താലോ? ആ റെക്റ്റാങ്കിളിന് ശേഷം ഇനി എന്താണ് വരേണ്ടത്? സർക്കിൾ, അത് കഴിഞ്ഞ് റെക്റ്റാങ്കിൾ, അതിന് കഴിഞ്ഞ് സർക്കിൾ, അതും കഴിഞ്ഞ് റെക്റ്റാങ്കിൾ. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ദി ഷേപ്പ് റെക്റ്റാങ്കിൾ ഇൻ ദിസ് പിക്ചർ? ചിത്രത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് എത്ര എണ്ണമുണ്ട് കൂട്ടുകാരെ? 1, 2, 3, 4, 5. Activity 2. To the garden. Kunyata and her friends decided to make a പൂക്കളം. They went to the garden. Big and small flowers, butterfly and beetle came to suck honey from the flowers. എന്താ പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാറ്റയും അവളുടെ കൂട്ടുകാരും ഒരു പൂക്കളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവർ പൂന്തോട്ടത്തിലേക്ക് പോയി. വലുതും ചെറുതുമായ പൂക്കൾ, ചിത്രശലഭങ്ങളും വണ്ടുകളും പൂവിൽ നിന്നും തേൻ കുടിക്കാൻ വന്നു. ചിത്രത്തിൽ എന്താ കാണുന്നത്? വലിയ പൂക്കളും ചെറിയ പൂക്കളും ഉണ്ടല്ലേ. അവിടെ തേൻ കുടിക്കാൻ വണ്ടുകളും ചിത്രശലഭങ്ങളും വന്നിട്ടുമുണ്ട്. ഗീവ് യെല്ലോ കളർ ടു ദി ബിഗ് ഫ്ലവർ ആൻഡ് റെഡ് ടു ദി സ്മോൾ ഫ്ലവർ. ചിത്രത്തിലെ വലിയ പൂക്കൾക്ക് മഞ്ഞ നിറവും ചെറിയ പൂക്കൾക്ക് ചുവപ്പ് നിറവുമാണ് കൊടുക്കേണ്ടത്. നമ്പർ ഓഫ് ബിഗ് ഫ്ലവേഴ്സ്. വലിയ പൂക്കൾ എത്ര എണ്ണമുണ്ട് കൂട്ടുകാരെ? 1, 2, 3, 4. നമ്പർ ഓഫ് സ്മോൾ ഫ്ലവേഴ്സ്. ചെറിയ പൂക്കൾ എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5. ബട്ടർഫ്ലൈസ് ഫ്ലട്ടേഡ് അറൗണ്ട് കുഞ്ഞാറ്റ. ചിത്രശലഭങ്ങൾ കുഞ്ഞാറ്റയുടെ ചുറ്റും പാറിപ്പറന്നു. നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയുടെ മുമ്പിൽ എത്ര പൂമ്പാറ്റകളാണ് പറക്കുന്നത്? 1, 2, 3. ആക്ടിവിറ്റി 3. ലെറ്റ്സ് പ്ലേ വിത്ത് ബോൾസ്. പന്തുകളുമായി കളിക്കാം. മാച്ച് ആൻഡ് ഡ്രോ ടു ദി സെയിം നമ്പർ. ഒരേ നമ്പർ ഉള്ളവയുമായി ചേർത്ത് വരയ്ക്കാം. ആക്ടിവിറ്റി 4. ലെറ്റ്സ് ഡ്രോ ഫ്ലവേഴ്സ്. നമുക്ക് പൂക്കൾ വരയ്ക്കാം. പുട്ട് 6 ഫ്ലവേഴ്സ് ഇൻ ഈച്ച് ബാസ്ക്കറ്റ്. ഓരോ കുട്ടയിലും 6 പൂക്കൾ വീതം വയ്ക്കുക. ആദ്യത്തെ കുട്ടയിൽ എത്ര പൂക്കളാണ് കൂട്ടുകാരെ ഉള്ളത്? 6. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ് 6. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. ആ കുട്ടയിൽ ഇനി നമ്മൾ പൂക്കൾ വരച്ചു കൊടുക്കേണ്ടതുണ്ടോ കൂട്ടുകാരെ? ഇല്ല. അതുകൊണ്ട് നമുക്കവിടെ 0 എന്ന് എഴുതാം. രണ്ടാമത്തെ കുട്ടയിൽ എത്ര പൂക്കളാണ് കൂട്ടുകാരെ കാണുന്നത്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ് 2. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. നമ്മൾ എത്ര പൂക്കൾ അവിടെ വരച്ചു കൊടുക്കണം? 4. മൂന്നാമത്തെ കുട്ടയിൽ എത്ര പൂക്കളുണ്ട് കൂട്ടുകാരെ? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ് 4. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. നമ്മൾ എത്ര പൂക്കൾ വരച്ചു കൊടുക്കണം? 2. ലാസ്റ്റ് കുട്ടയിൽ എത്ര പൂക്കളുണ്ട് കൂട്ടുകാരെ? അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് 0 എന്ന് എഴുതാം. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. നമ്മൾ എത്ര പൂക്കൾ വരച്ചു കൊടുക്കണം? 6. ആക്ടിവിറ്റി 5. ലെറ്റ്സ് ഫൈൻഡ് ദി വേ. നമുക്ക് വഴി കണ്ടെത്താം. ഷോ ദ വേ ഫോർ ദ ലിറ്റിൽ ബട്ടർഫ്ലൈ ടു റീച്ച് ഹെർ മദർ. ഗോ ത്രൂ ദ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ചെറിയ ചിത്രശലഭത്തിനെ
അമ്മയുടെ അടുത്തെത്താൻ വഴി കാണിച്ചു കൊടുക്കുക. അതിന് തുടർച്ചയായ സംഖ്യയിലൂടെ പോയാൽ മതി. തുടർച്ചയായ സംഖ്യ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. എക്സാമ്പിൾ 1, 2, 3, 4 എന്ന് തുടങ്ങുന്ന നമ്പേഴ്സിനെയാണ് പറയുന്നത്. ചിത്രത്തിൽ വിട്ടുപോയ സംഖ്യകൾ എഴുതുകയും വേണം. ഏതെല്ലാമാണ് വിട്ടുപോയ സംഖ്യകൾ അവിടെ? 4, 8, 10. ഡ്രോ ദി നെക്സ്റ്റ് ഫിഗർ. ഇവിടെ എന്താ തന്നിരിക്കുന്നേ? ആദ്യത്തെ ചിത്രത്തിൽ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. രണ്ടാമത്തതിൽ 4 സർക്കിൾ വരച്ചിട്ടുണ്ട്. മൂന്നാമത്തേൽ എന്താ വരച്ചിരിക്കുന്നേ? 6 സർക്കിൾ ഉണ്ട്. അടുത്തതായി നമ്മൾ എന്ത് വരച്ചു കൊടുക്കും? 8 സർക്കിൾ നമുക്ക് വരച്ചു കൊടുക്കാം. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചെയ്യാനായി ഉള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്